നമസ്കാരം. നീണ്ട 34 കൊല്ലം ഒരേ രാഷ്ട്രീയ പാർട്ടി രാജ്യത്തെ ഒരു സംസ്ഥാനം ഭരിക്കുക, തുടർച്ചയായി ഒരാൾ തന്നെ 5 വട്ടം മുഖ്യമന്ത്രിയാകുക കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും പശ്ചിമ ബംഗാൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ 12 കൊല്ലം മുമ്പ് വരെ, അതായത് 2011 വരെ. ഇന്ന് കമ്മ്യൂണിസം എന്ന വാക്ക് ബംഗാളിൽ നിന്ന് പറയണമെങ്കിൽ അത് കേൾക്കുന്നവൻ്റെ കൈയകലത്തിൽ നിന്നായിരിക്കണം. കാരണം 34 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് തേർവാഴ്ച ബംഗാളിലെ ജനങ്ങളെ കമ്മ്യൂണിസത്തിൽ നിന്ന് അത്രയേറെ അകറ്റിയിരിക്കുന്നു. ഇനിയൊരിക്കൽ കൂടി തിരിച്ചു വരാൻ അസാധ്യമാണ് CPMന് പശ്ചിമ ബംഗാളിൽ. ഇത്തരത്തിലൊരു തകർച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടായിരിക്കണം. ഇടതുപക്ഷത്തിൽ നിന്ന് അധികാരം കൈയാളിയ തൃണമൂൽ കോൺഗ്രസും ബംഗാളിൽ നടത്തുന്നത് ഫാസിസ്റ്റ് ഭരണമാണ്. CPM പ്രവർത്തകരെ ആക്രമിക്കുകയും അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത പല സംഭവങ്ങളും ബംഗാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്: CPMൻ്റെ തകർച്ച തൃണമൂൽ കോൺഗ്രസിൻ്റെ മികവ് കൊണ്ട് ഉണ്ടായതല്ല എന്ന്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു ബംഗാൾ. സ്വതന്ത്ര ഇന്ത്യയിലെ 3ാമത്തെ വലിയ മെട്രോ നഗരം. 34 കൊല്ലത്തെ CPM ഭരണത്തിനിടയിൽ തൊഴിൽ തർക്കങ്ങളും സമരങ്ങളും കാരണം ബംഗാളിൽ പൂട്ടിപ്പോയത് 50,000-ഓളം തൊഴിൽ സ്ഥാപനങ്ങളാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആരും ധൈര്യപ്പെടാറില്ല. ഇനി അഥവാ വന്നാൽ തന്നെ കുത്തിയിരുന്ന സമരം വിളിച്ച് സഖാക്കളത് പൂട്ടിച്ചിരിക്കും. പട്ടിണി മരണങ്ങളും ഏറെ നടന്നു ഈ 34 കൊല്ലങ്ങൾക്കിടയിൽ. കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പാദനം സംസ്ഥാനത്തിൻ്റെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 27% മാത്രമായി ചുരുങ്ങി. വ്യവസായങ്ങളാകട്ടെ 22% മാത്രവും. 2007 മുതൽ 2009 വരെയുള്ള കണക്കുകൾ മാത്രമെടുത്താൽ രാജ്യത്ത് ഏറ്റവുമധികം കർഷക ആത്മഹത്യകൾ നടന്നത് ബംഗാളിലാണ്. അങ്ങനെ പട്ടിണിയും ആത്മഹത്യയും കൊലപാതകങ്ങളും അരാജകത്വവും മാത്രം മിച്ചം വരുന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ മാറി. സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ ഏറ്റവുമധികം കൂട്ടക്കൊലകൾ നടന്നത് ബംഗാളിലായിരുന്നു. CPMൽ പ്രവർത്തിക്കാത്തവരെയും അവരുടെ നയങ്ങളെ ചോദ്യം ചെയ്യുന്നവരെയും കൊന്നുതള്ളി നിശബ്ദരാക്കി. CPM എന്ന സംഘടന ജനാധിപത്യം അംഗീകരിക്കാത്ത സ്റ്റാലിനിസ്റ്റ് ഉന്മൂലന പ്രത്യയശാസ്ത്രമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന യാഥാർത്ഥ്യം ബംഗാളിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. 1977 മുതൽ 2009 വരെയുള്ള CPM ഭരണകാലത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ D. ബന്ദോപാധ്യായ റിപ്പോർട്ട് അനുസരിച്ച് 55,408 കൊലപാതകങ്ങളാണ് ബംഗാളിൽ നടന്നത്. 1997 മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ 1977 മുതൽ 96 വരെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള നിയമസഭയിലെ ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി ഇക്കാലയളവിൽ 28,000 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ബംഗാളിൽ നടന്നിട്ടുണ്ട് എന്നായിരുന്നു. കൊലപാതകങ്ങളിൽ മൃഗീയതയും ഇരകൾക്കുണ്ടായ നീതിനിഷേധവും കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ക്രൂരകൃത്യമായിരുന്നു സൈൻബാരി കൂട്ടക്കൊല. 2 മക്കളെ വെട്ടിനുറുക്കിക്കൊന്ന ശേഷം രക്തം കുഴച്ച ചോറ് അവരുടെ അമ്മയുടെ വായിൽ കുത്തിനിറച്ച് ഊട്ടിക്കുക. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും CPM എന്ന സംഘടനയെക്കുറിച്ച് അറിയാവുന്നവർ ഇതൊക്കെ സ്വാഭാവികം എന്നു തന്നെ കരുതും. രാഷ്ട്രപതി ഭരണം ബംഗാളിൽ ഏർപ്പെടുത്തിയ 1970 മാർച്ച് 17 ഒരു കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് നടക്കുകയായിരുന്ന ഒരു വീട്ടിലേക്ക് അതുവഴി പോകുകയായിരുന്ന CPMകാരുടെ ജാഥയിൽ നിന്ന് 100ഓളം അക്രമികൾ ഇരച്ചു കയറുകയും മലോയ് കുമാർ സെൻ, പ്രണബ് കുമാർ സെൻ എന്നീ സഹോദരന്മാരെയും ബന്ധുവായ ജിതൻ റായിയെയും കൊലപ്പെടുത്തുകയും മറ്റൊരു സഹോദരനായ നബകുമാർ സെന്നിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും ചെയ്തു. അവിടം കൊണ്ടും തീർന്നില്ല സഖാക്കളുടെ ക്രൂരത. വെട്ടിനുറുക്കിക്കൊന്ന ആൺമക്കളുടെ ചോരയിൽ കുഴച്ച ചോറ് അവരുടെ അമ്മ മൃഗനയിനി ദേവിയെ കൊണ്ട് ബലമായി തീറ്റിക്കുകയും അമൃത് ജോഷി എന്ന പിഞ്ചു കുഞ്ഞിനെ എടുത്ത് തീയിലെറിയുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. പരാതിപ്പെട്ടതിൻ്റെ പേരിൽ 1 വർഷത്തിനു ശേഷം നവകുമാർ സെന്നിനെയും കമ്മ്യൂണിസ്റ്റ് കാട്ടാളന്മാർ കഴുത്തറുത്തു കൊന്നു. ഇവർ ചെയ്ത തെറ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവർ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു എന്നതാണ്. പ്രതികൾ നിരുപം സെൻ, ബിനോയ് കോനാർ, അമൽ ഹാൽദർ, അനിൽ ബോസ് എന്നീ CPM നേതാക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് സംബന്ധിച്ച ഫയലുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ നശിപ്പിക്കപ്പെട്ടു. അടുത്തത് മറിഞ്ച ഹാപ്പി വംശഹത്യയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ജാലിയൻ വാലാബാഗ് എന്ന് വേണമെങ്കിൽ മറിഞ്ച ഹാപ്പി വംശഹത്യയെ വിശേഷിപ്പിക്കാം. കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യൻ ജ്യോതി ബസു തൻ്റെ ക്രൂരത അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും ഭീകരമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത സംഭവമാണിത്. പാകിസ്ഥാനിലെ വർഗീയ കലാപത്തെ തുടർന്ന് ഹിന്ദുക്കളായ ആദിവാസി അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. ഇവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജ്യോതി ബാസു അവരെ ബംഗാളിലേക്ക് സ്വാഗതം ചെയ്യുകയും മറിഞ്ച ഹാബിയിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്തു.
എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മുഖ്യമന്ത്രിയായതോടെ ജ്യോതി ബാസുവിൻ്റെ മട്ടുമാറുകയും അഭയാർത്ഥികൾ ഒഴിഞ്ഞു പോകണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. പോകാൻ മറ്റിടങ്ങളില്ലാത്തതിനാൽ അഭയാർത്ഥികൾ ആ ഉത്തരവ് വകവച്ചില്ല. ഇവരെ കുടിയൊഴിപ്പിക്കുന്നതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഇവർക്കുള്ള ഭക്ഷണവും വെള്ളവും നിർത്തലാക്കി. ആഴ്ചകളോളം പട്ടിണി കിടന്ന അഭയാർത്ഥികൾ പുല്ലു തിന്നുപോലും ജീവൻ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പട്ടിണിയോടൊപ്പം അതിസാരവും കൂടി പിടിപെട്ടതോടെ അഭയാർത്ഥികൾ കൂട്ടത്തോടെ മരിച്ചു വീഴാൻ തുടങ്ങി. എന്നിട്ടും പകയടങ്ങാത്ത ജ്യോതി ബാസു 1979 മെയ് 6 അഭയാർത്ഥികൾക്കിടയിലേക്ക് പോലീസിനെയും CPM പ്രവർത്തകരെയും അയക്കുകയും തുടർന്ന് നടന്ന വെടിവയ്പിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ള ആദിവാസി അഭയാർത്ഥികളെ ജയിലിലടയ്ക്കുകയും സ്ത്രീകളെ സഖാക്കൾ ബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്തു. 25,000-ലധികം പേർ ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക കണക്ക്. ജ്യോതി ബാസു എന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ്റെ ക്രൂരതയ്ക്ക് മുന്നിൽ ജനറൽ ഡയർ പോലും വെറും ശിശുവായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. പിന്നീട് സഖാക്കൾ നടത്തിയത് ബിജോൺ സേതു വംശഹത്യയായിരുന്നു. 1982 ഏപ്രിൽ 30 അന്ന് ഒരു സ്ത്രീ ഉൾപ്പെടെ 17 ആനന്ദമാർഗി സന്യാസികൾ ആക്രമിക്കപ്പെട്ടു. കാറുകളിൽ നിന്ന് വലിച്ചിറക്കിയ ഈ സന്യാസിമാരെ CPM സഖാക്കൾ കല്ലും വടിയും കൊണ്ട് അതിക്രൂരമായി തല്ലിക്കൊന്നു. അതിനുശേഷം മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് തീവെച്ചു. പട്ടാപ്പകൽ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. എന്നാൽ ഒരാൾ പോലും സാക്ഷി പറയാനായി മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ജനങ്ങൾ എത്രമാത്രം ഭയപ്പാടോടെയാണ് CPMനെ കണ്ടിരുന്നത് എന്നതിൻ്റെ തെളിവാണ്. സംഭവത്തിന് വെളിപ്പാടകലെയായിരുന്നു പോലീസ് സ്റ്റേഷൻ. പോലീസിനെ എങ്ങനെ തങ്ങളുടെ ക്രൂരതകൾക്ക് മുന്നിൽ നിഷ്ക്രിയരാക്കി ഇരുത്താമെന്ന CPMന് അറിയാം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത SFI DYFI നേതാക്കളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് CPM നേതാക്കൾ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയതും SIക്കെതിരെ SFI നേതാവ് കൊലവിളിച്ചതും DYFI നേതാവ് സ്റ്റേഷനുള്ളിൽ കയറി SIയെ മർദ്ദിച്ചതുമൊക്കെ കേരളത്തിലെ ഉദാഹരണം. എന്തായാലും ബിജോൺ സേതു വംശഹത്യയിൽ ഏറെക്കാലം പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പിന്നീട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രം ഇടപെട്ട് അന്വേഷണ കമ്മീഷനെ വെച്ചെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സഹകരണം മൂലം അന്വേഷണം നടത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു. നാനൂർ വംശഹത്യയായിരുന്നു പിന്നീട് നടന്ന കൊടും ക്രൂരത. 2000 ജൂലൈ 17 മുസ്ലിങ്ങളായ 11 കർഷകർ കൊല്ലപ്പെട്ടു. ഏതൊരു കൊലപാതകത്തിന് ശേഷവും CPM പറയുന്നൊരു ന്യായീകരണമുണ്ട്: ഈ കൊലപാതകത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന്. നാനൂർ വംശഹത്യയ്ക്ക് ശേഷവും ഈ ഒരു ക്യാപ്സൂൾ പാർട്ടി ഇറക്കി കൈകഴുകാൻ ശ്രമിച്ചു. എന്നാൽ അബ്ദുൽ ഖാലേഖ് എന്ന ദൃക്സാക്ഷി തൻ്റെ മൊഴിയിൽ ഉറച്ചുനിന്നു. കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസുകാരായിരുന്നെന്നും അക്കാരണത്താലാണ് കൊലപ്പെടുത്തിയതെന്നും അബ്ദുൽ ഖാലേഖ് മൊഴി നൽകി. അതോടെ സഖാക്കൾ അബ്ദുൽ ഖാലേഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അയാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പിന്നീട് കേസന്വേഷണം മന്ദഗതിയിലാക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും 2004 കൊൽക്കത്ത ഹൈക്കോടതി ഈ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. ഒടുവിൽ 2010 4 CPM മെമ്പർമാരും 40 പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പിന്നെയും നടന്നു CPM നേതൃത്വം നൽകിയ കൂട്ടക്കൊലകൾ ബംഗാളിലെ സിംഗൂരിലും നന്ദിഗ്രാമിലും. ബംഗാളിൽ CPMൻ്റെ അടിത്തറ ഇളക്കിയ കൊലപാതകങ്ങളായിരുന്നു സിംഗൂരിലും നന്ദിഗ്രാമിലും നടന്നത്. തങ്ങൾ ഭരിക്കുമ്പോൾ നാട്ടിൽ യാതൊരു വികസനങ്ങളും ഉണ്ടാകാനും പാടില്ല, എന്നാൽ തങ്ങൾ പല വികസനങ്ങളും നാട്ടിൽ നടപ്പിലാക്കുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നുകയും ചെയ്യണം എന്നതായിരുന്നു ജ്യോതി ബസുവിൻ്റെ നിലപാട്. കേരളത്തിലെ പിണറായി വിജയനും ഇതേ നിലപാട് തന്നെയല്ലേ? 1600 രൂപ വീതം ക്ഷേമ പെൻഷനും വിധവാ പെൻഷനും കൊടുക്കാനില്ലാത്ത നാട്ടിൽ 67,000 കോടിയുടെ കേരയിലും ശബരിമല വിമാനത്താവളവും K-ഫോണും K-സവാരിയും AI ക്യാമറയും. K-ഫോണിൻ്റെയും K-സവാരിയുടെയും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊന്ന് നോക്കണം. ഒന്നും നടക്കില്ലെന്ന് പിണറായി വിജയനും അറിയാം, ജനങ്ങൾക്കും അറിയാം. പക്ഷേ കേരളത്തിലെ അന്തം കമ്മികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതെല്ലാം നടക്കുമെന്നാണ്. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെക്കുറിച്ച് ചർച്ചയ്ക്ക് വന്നപ്പോൾ ജ്യോതി ബാസു പറഞ്ഞത് ജനങ്ങൾ ട്രെയിൻ തട്ടി മരിക്കും, അതുകൊണ്ട് ആ പദ്ധതി ബംഗാളിൽ വേണ്ട എന്നാണ്. ജ്യോതി ബസുവിൽ നിന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യയിലേക്ക് അധികാരം കൈമാറിയെത്തിയപ്പോൾ ബംഗാളിൽ പട്ടിണി മരണവും കർഷക ആത്മഹത്യയും അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരുന്നു. ബംഗാളിലെ തേയിലത്തോട്ടങ്ങളിലെ 100ഓളം കർഷകർ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് അതിരൂക്ഷമായ വിമർശനം നേരിട്ടുകൊണ്ടിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ് വ്യാവസായികവൽക്കരണം നടപ്പാക്കൽ. ഇതിനായി സലിം ഗ്രൂപ്പിനെ നന്ദിഗ്രാമിലേക്കും ടാറ്റയെ സിംഗൂരിലേക്കും ക്ഷണിച്ചു. ഈ പദ്ധതികൾക്കാവശ്യമായ ഭൂമി കണ്ടെത്താൻ ബുദ്ധദേവ് നടത്തിയ ശ്രമങ്ങളാണ് ബംഗാൾ ഗ്രാമങ്ങളെ രക്തക്കളങ്ങളാക്കി മാറ്റിയത്. കർഷകർ മര്യാദയ്ക്ക് കൃഷി നടത്തിക്കൊണ്ടിരുന്ന ഭൂമിയിലാണ് ബുദ്ധദേവ് കണ്ണുവെച്ചത്. കേരളത്തിൽ കൃഷിഭൂമി നികത്തി വാഴ നട്ടപ്പോൾ ആ വാഴയെല്ലാം വെട്ടിനിരത്തി CPM വെട്ടിനിരത്തൽ സമരം എന്ന ആഭാസത്തരം നടത്തിയ അതേ സമയത്താണ്
ബംഗാളിലും സമാനമായ സംഭവം നടന്നത് എന്നത് വെറും യാദൃച്ഛികമായിരിക്കാം. എന്നാൽ ജനങ്ങൾ തങ്ങളുടെ പാർപ്പിടത്തിനും കൃഷിഭൂമിക്കും വേണ്ടി പോരാടി. ഇതോടെ ആയുധധാരികളായ പാർട്ടി ഗുണ്ടകളും പോലീസും ചേർന്ന പാവപ്പെട്ട കർഷകരെ വെടിവെച്ചു കൊന്ന വിപ്ലവത്തിൻ്റെ പുതിയ അധ്യായം എഴുതി. ഇതുതന്നെയല്ലേ കേരളിന് സ്ഥലമേറ്റെടുക്കാൻ പിണറായി സർക്കാരും ചെയ്തത്? കേരളത്തിലായതുകൊണ്ട് മാത്രം പോലീസ് വെടിവയ്പ് നടന്നില്ല എന്നേയുള്ളൂ. നേതായി കൂട്ടക്കൊലയായിരുന്നു പിന്നീട് അരങ്ങേറിയത്. നന്ദിഗ്രാം കൂട്ടക്കൊലയിൽ നിന്ന് തങ്ങൾ ഒരു പാഠവും പഠിച്ചില്ലെന്ന നേതായിൽ നടന്ന കൂട്ടക്കൊലയിലൂടെ CPM തെളിയിച്ചു. ബംഗാളിൽ CPMന് ഒരു സായുധ സേനയുണ്ട്. ഹർമാദ് വാഹിനി എന്നാണ് ആ സായുധ സേനയുടെ പേര്. ഈ പാർട്ടി സായുധ സേന യഥാർത്ഥത്തിൽ ഒരു സമാന്തര പോലീസായിരുന്നു. പാർട്ടിക്ക് എതിര് നിൽക്കുന്നവരെ കൊന്നുതള്ളുകയും ഉന്മൂലന സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കുകയുമായിരുന്നു ഇവരുടെ ജോലി. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന കുടുംബങ്ങളിലെ യുവാക്കളെ പാർട്ടിയുടെ ഈ സായുധ സേനയിൽ ചേരാൻ നിർബന്ധിക്കും. എതിർക്കുന്നവരെ കൊന്നുതള്ളും. ഹർമാദ് വാഹിനിയിൽ ചേരാൻ വിസമ്മതിച്ചതിനാണ് 9 നിരപരാധികളെ CPM സഖാക്കൾ നേതായിൽ കൊന്നുതള്ളിയത്. 34 കൊല്ലത്തെ ഭരണം കൊണ്ട് വിദ്യാഭ്യാസവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും അവരെ ഗുണ്ടകളാക്കി വളർത്തിയെടുക്കുന്നതിൽ CPM വൻ വിജയം കൈവരിച്ചു. 2014 ബുദ്ധദേവ് ഭട്ടാചാര്യ തങ്ങളുടെ കുട്ടികൾ നേതായിൽ കൂട്ടക്കൊല നടത്തിയത് തെറ്റായിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. ബംഗാളിലെ CPMൻ്റെ പതനം ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും സന്തോഷിപ്പിക്കുന്നതാണ്. തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ജനാധിപത്യ മര്യാദകൾ തൃണവൽക്കരിച്ച് കായികമായി സാധാരണക്കാരെയും എതിർ പാർട്ടിക്കാരെയും നേരിടുന്ന ഏതൊരു പ്രത്യയശാസ്ത്രത്തിനും ഇത്തരമൊരു പതനമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ചോരപ്പുഴയൊഴുക്കുന്നതിലൂടെ മാത്രം ഒരു സംഘടനയ്ക്കും നിലനിൽക്കാൻ കഴിയില്ല എന്നതും ഒരു ചരിത്ര സത്യമാണ്. CPMന് പിന്നാലെ അധികാരത്തിലെത്തിയ തൃണമൂൽ കോൺഗ്രസും ബംഗാളിൽ നടത്തുന്നത് പച്ചയായ ഫാസിസ്റ്റ് ഭരണമാണ്. പണ്ടത്തെ CPM ഓഫീസുകളെല്ലാം മറ്റുള്ളവർക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു. പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആളെ കിട്ടാതെ പരസ്യം ചെയ്യേണ്ട നിലവാരത്തിലേക്ക് താണിരിക്കുന്നു ബംഗാളിൽ CPM. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്നും ബംഗാളിൽ സമാധാനമില്ല. 34 കൊല്ലത്തെ CPM ഭരണത്തിൻ്റെ ബാക്കിപത്രമാണിത്. നിങ്ങളിത് കേൾക്കണം. കേരളത്തിലും നടക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ? ഇനി തീരുമാനമെടുക്കേണ്ടത് ഞാനും നിങ്ങളുമടങ്ങുന്ന നമ്മളാണ്.